ഹലോ മൈ ഗൈസ്, അങ്ങനെ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും നമ്മുടെ നാട്ടിൽ മുക്കം ഫെസ്റ്റ് വന്നിക്കാണ്. ഇതണ്ടിയില്ല റോഡൊക്കെ അലങ്കരിച്ച് സെറ്റാക്കി വെച്ചാണ്. പിന്നെ ആ ദൂരത്ത് കാണുന്നില്ല, അവിടെ നമ്മളെ പരിപാടി നടക്കുന്നത്. പിന്നെ തോന്നിയ പോലെ നാട്ടിൽ കയറി പോകാൻ പറ്റില്ല. ഇവിടെ എൻട്രി ഫീസ് ഒക്കെ വരുന്നുണ്ട്. വലിയവർക്ക് 100 രൂപയും ചെറിയവർക്ക് 80 രൂപയാണ് വരുന്നത്. അപ്പൊ ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് ആത്തക്ക് കയറി. എന്റെ കൂടെ എന്റെ ഫാമിലി ഉണ്ടായി കേട്ടോ. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ അക്കുറത്തിൽ കുറെ അലങ്കാര മത്സ്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതിലിപ്പോ എന്താ അത്ര പ്രത്യേകത ഉള്ളതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോഴാണ് മക്കളെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എൻട്രി ചെയ്യുക. ഓ അങ്ങനെ ഉണ്ട്, പൊളിയല്ലേ. നമ്മളെ തലന്റെ മോൾ കൂടി ഇതാ ഫിഷ് ഇങ്ങനെ നീന്തി തുടിച്ച് നടക്കണം. ഇതണ്ടില്ല എന്റെ തലന്റെ മുകളിലൊക്കെ എന്താ ഭംഗി ഓരോന്നിനെയും കാണാൻ. എന്റെ മോനെ ഇതിന്റെ ഒക്കെ വലുപ്പം നോക്ക്. ചാൻസ് കിട്ടിയ ഐറ്റങ്ങൾ നമ്മളെ വരെ തിന്നു. ആടെ കാഴ്ചയും കണ്ടു നിന്നാൽ മൊത്തം ആടെ നിൽക്കേണ്ടി വരും. പിന്നെ നമ്മൾ നേരെ ബേർഡ്സിന്റെ സെക്ഷനിക്ക് വന്നു. ഈ പൂവന്റെ ഒക്കെ ഒരു സൈസ് നോക്ക്. ഇതിനെ കാണുമ്പോൾ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. പിന്നെ ഈ കാണുന്നതാണ് കാട്ടുകോയി. പറയുമ്പോ എനിക്ക് തന്നെ ചിരി വരുന്നു. പിന്നെ മരത്തിന്റെ മുകളിലെ കണ്ടില്ല കുറെ കിളികളാ. പിന്നെ കിളികൾക്ക് നിൽക്കാൻ കിളിക്കൂടുണ്ട്. പിന്നെ ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെയും വേറെ എന്തൊക്കെയോ കിളികളും കോഴികളും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഒക്കെ കൂടി കാണിക്കാനുള്ള നേരല്ല. അതുകൊണ്ടൊക്കെ കൂടി ഞാൻ ഓടിച്ച് കാണിച്ചു തരാം. പിന്നെ ഈ പാമ്പിനെ പിന്നെ മൂപ്പർ എടുത്തിട്ടുള്ള ഈ ഓന്തുപോലത്തെ സാധനത്തിനൊക്കെ നിങ്ങൾക്ക് തൊടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ 50 റുപ്യ കൊടുത്താൽ മതി. ഞാൻ പിന്നെ പരിപാടിക്കൊന്നും നിന്നില്ല, വെറുതെ എന്തിനാ പൈസ കളീണ്. പിന്നെ ആ മുട്ടായിന്റെ ഒരു മാർക്കറ്റ് തന്നെ ആയി. പലതരം മുട്ടായികൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയി പോയി. അതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല. നമ്മൾ പണ്ടത്തെ തേനാലി മുട്ടായി, പുളിയച്ചാറ്, പെൻസിൽ മുട്ടായി, അങ്ങനെ ഫീൽഡ് ഔട്ട് ആയി പോയ പലതരം മുട്ടായി ഉണ്ടായി. ഞാൻ ഇതുവരെ ഈ തോണിയിൽ കയറിയില്ല. അതുകൊണ്ട് എന്തായാലും ഈ പ്രാവശ്യം തോണിയിൽ കയറണം എനിക്ക് ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നേരെ തോണിയിൽ കയറി. ഇതിനു മുമ്പ് വയനാട്ടിൽ പോയപ്പോൾ എന്ത്രൂനാല് കയറിയിട്ട് എന്റെ കിളി പോയതാണ്. ഇതിപ്പോ എന്താണെന്നൊന്നും അറിയില്ല, എന്നാലും കയറാൻ തന്നെ തീരുമാനിച്ചു. അതിന്റെ റിയൽ റൈഡിങ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ബേക്ക് പോയിട്ട് ഇരിക്കുകയും ചെയ്ത്. ആദ്യമൊന്നും കുഴപ്പമില്ലെങ്കിൽ, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ മക്കളെ എന്റെ കിളി പോയി. ഇനി മേലാലായാലും ഞാൻ കയറൂല. തോണി കയറി കഴിഞ്ഞതിന് ശേഷം ഇതിൽ കയറണം എന്നൊക്കെ വിചാരിച്ചാ പോയത്. ഇനി ഇതിലും കൂടി കയറി തല കറങ്ങി ചാവാൻ വയ്യ. പിന്നെ 3D ക്ലാസ് വെച്ചിട്ടുള്ള റോളർ കോസ്റ്റർ റൈഡ് ഉണ്ടായി. അത് വലിയ കുഴപ്പമല്ലേ, പക്ഷെ തോണിന്റെ തട്ട് താണ് തന്നെ ആയിരിക്കും മക്കളെ. പിന്നെ ഇവിടെ ഒരു റോബോട്ട് പട്ടി ഉണ്ടായി. കൊരയ്ക്കും പട്ടി കടിക്കൂല എന്ന് പറയുമ്പോൾ ഇതിന് തൊള്ളല്ലാത്തോണ്ട് കടിക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞാൻ അവിടെ നിന്നത്. പക്ഷെ ഈ പട്ടിക്ക് ഈ താത്തനോട് എന്തോ ദേഷ്യമുണ്ട്. താത്തനെ പിന്നാലെ നടന്ന് ഓടിക്കലേം പണി. ഇനി ഓപ്പറേഷൻ നടത്താൻ ഒരു സ്ഥലം ബാക്കിയില്ല. പട്ടി ആരെങ്കിലും പോയി കടിപട്ടി.